ചോദ്യം 51. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. ചോദ്യം 52. കേരളത്തിൻ്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? കേരളത്തിലെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ഉത്തരം പി രാജീവ്. ചോദ്യം 53. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്? ഉത്തരം ഗോദവർമ്മ രാജ. ചോദ്യം 54. പശ്ചിമഘട്ടത്തിലെ മഴൽ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചിന്നാർ. ചോദ്യം 55. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏത്? ഉത്തരം പുനം കൃഷി. ചോദ്യം 56. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? ഉത്തരം മീനച്ചിലാർ. ചോദ്യം 57. പന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏത്? ഉത്തരം ചക്ക. ചോദ്യം 58. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിലും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 59. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? ഉത്തരം പറവൂർ. ചോദ്യം 60. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. ചോദ്യം 61. മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ. മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഉത്തരം ക്യൂലെക്സ് കൊതുക്. ചോദ്യം 62. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായിത്തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? ഉത്തരം സിറോഫത്താൽമിയ.
ചോദ്യം 63. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചെവി. ചോദ്യം 64. ഉമിനീരിൻ്റെ pH മൂല്യം. ഉമിനീരിൻ്റെ pH മൂല്യം. ഉത്തരം 6.2 തൊട്ട് 7.6. ചോദ്യം 65. കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തതേത്? കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തതേത്? ഉത്തരം അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുക ചെയ്യുക. ചോദ്യം 66. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ലിൻ്റെ ഇനം ഏത്? ഉത്തരം KAU മനുരത്ന. ചോദ്യം 67. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ചോദ്യം 68. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത്? ഉത്തരം രൂപ്കുണ്ട്. ചോദ്യം 69. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ഉത്തരം ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ചോദ്യം 70. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിൻ്റെ സൂചകങ്ങളായി കണക്കാക്കാം. വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത്. കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറി. ഉത്തരം 1, 2. ചോദ്യം 71. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തിലെ ചാർജില്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജെയിംസ് ചാഡ്വിക്. ചോദ്യം 72. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. എല്ലാ അയിരുകളും ധാതുക്കളാണ്. 2. എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഉത്തരം 1ഉം 2ഉം. ചോദ്യം 73. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. 1. സോഡിയം ആൽക്കലി ലോഹം. 2. കാൽസ്യം സംക്രമണ ലോഹം. 3. അലുമിനിയം ബോറോൺ കുടുംബം. 4. ക്ലോറിൻ ഉത്കൃഷ്ട വാതകം. ഉത്തരം 2ഉം 4ഉം. ചോദ്യം 74. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആറ്റോമിക് മാസിലുള്ള അനുപാതം എത്രയാണ്? ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ആറ്റോമിക് മാസിലുള്ള അനുപാതം എത്രയാണ്? ഉത്തരം 1:8.
ചോദ്യം 75. പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ചോദ്യം 76. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഡാഷ് ആണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധിയാണ് ഉത്തരം 20 ഹെർട്സ്. ചോദ്യം 77. പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ജൂൾ. ചോദ്യം 78. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഡാഷ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഡാഷ്. ഉത്തരം സംവഹനം. ചോദ്യം 79. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിന് പറയുന്ന പേരാണ്. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിന് പറയുന്ന പേരാണ്. ഉത്തരം ബോലനം. ചോദ്യം 80. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഉത്തരം കൽക്കരി. ചോദ്യം 81. 1/16 2/3 മടങ്ങ് എത്ര? 1/16 2/3 മടങ്ങ് എത്ര? ഉത്തരം 1/24. ചോദ്യം 82. 3, 6, 2 ഈ സംഖ്യകളുടെ ലാസാഗു എത്ര? 3, 6, 2 ഈ സംഖ്യകളുടെ ലാസാഗു എത്ര? ഉത്തരം 6. ചോദ്യം 83. ഒരു ക്യാമ്പിലെ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാമാണ്. ഒരാൾ കൂടി ക്യാമ്പിലേക്ക് വന്നപ്പോൾ ശരാശരി 42 കിലോഗ്രാം ആയി. പുതിയതായി വന്ന ആളുടെ ഭാരം എത്ര? ഉത്തരം 48. ചോദ്യം 84. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബിൻ്റെ ദശാംശ രൂപം എഴുതുക. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബിൻ്റെ ദശാംശ രൂപം എഴുതുക. 0.875. ചോദ്യം 85. 15 സെൻറ്റിമീറ്റർ നീളമുള്ള വര എ ബിയുടെ 2/3 ഭാഗം ആകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സിയുടെ 1/2 ആകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? ഉത്തരം 1/3. ചോദ്യം 86. √1.4641 എത്ര? √1.4641 എത്ര? ഉത്തരം 1.21.
ചോദ്യം 87. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏത്? ഉത്തരം 10.7650. ചോദ്യം 88. 243-ന് എത്ര ഘടകങ്ങൾ ഉണ്ട്? 243-ന് എത്ര ഘടകങ്ങൾ ഉണ്ട്? ഉത്തരം 6. ചോദ്യം 89. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഉത്തരം 9 × 10 സ്ക്വയർ × 1. ചോദ്യം 90. 120 km/മണിക്കൂറിൽ വേഗത്തിലോടുന്ന ഒരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഉത്തരം 2 കിലോമീറ്റർ. ചോദ്യം 91. 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. 5 വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര? 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ് എങ്കിൽ 5 വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര? ഉത്തരം 73. ചോദ്യം 92. ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെ വരിയായി നിർത്തിയപ്പോൾ അനു ഇടത്ത് നിന്ന് 22-മതും വിനു വലത്ത് നിന്ന് 25-മതുമാണ്. ഇവരുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര? ഉത്തരം 0. ചോദ്യം 93. സമാന ബന്ധം കണ്ടെത്തുക. 7:342 എങ്കിൽ 8 എത്ര? സമാന ബന്ധം കണ്ടെത്തുക. 7:342 എങ്കിൽ 8 എത്ര? ഉത്തരം 511. ചോദ്യം 94. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഡിക്ഷണറിയിൽ നിരത്തുമ്പോൾ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? ഉത്തരം രജിസ്റ്റർ. ചോദ്യം 95. A:B = 2:3, B:C = 4:5 ആയാൽ C:A എത്ര? ഉത്തരം 15:8. ചോദ്യം 96. 300 - 5.0.2/0.16 എത്ര? ഉത്തരം 270. ചോദ്യം 97. 1,2,5,16,65 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഉത്തരം 326. ചോദ്യം 98. √0.0081 എത്ര? √0.0081 എത്ര? ഉത്തരം 0.09.
ചോദ്യം 99. ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വിലകൾ 3.5 എന്ന അംശബന്ധത്തിലാണ്. പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വിലയെത്ര? ഉത്തരം 48. ചോദ്യം 100. ഒറ്റയാനെ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം 97.